السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിരവധി ആളുകളാണ് മജ്ലിസിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൺസൾട്ടേഷന് വരേണ്ട ദിവസം തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് അതിൻ്റെ മുമ്പായി ബുക്ക് ചെയ്ത് നമ്മൾ വരണമെന്ന് കൺഫേം ചെയ്തതിൻ്റെ ശേഷം മാത്രം മജ്ലിസിലേക്ക് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി നല്ല സന്തോഷമുള്ള റാഹത്തുള്ള ജീവിതം നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകളാണ് സിഹറുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ. എവിടെ ചെന്ന് നോക്കിയാലും സിഹർ ബാധിച്ചതാണ് എന്ന് കേട്ട് മടുത്ത ഒരുപാട് ആളുകളുണ്ട്. ഒരാളിൽ സിഹർ ബാധയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട 5 ലക്ഷണങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയുന്നത്. ഒരാളിൽ സിഹർ ബാധിച്ചു കഴിഞ്ഞാൽ അയാളിൽ സാമ്പത്തികമായും ശാരീരികമായും അതുപോലെ തന്നെ പല നിലക്കുള്ള തകർച്ചകളും സംഭവിക്കും. ജീവിതത്തിൽ ഒരിക്കലും ഒരു പുരോഗതി ലഭിക്കാതെ വരും. എത്ര കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ചു കഴിഞ്ഞാലും അതൊന്നും ഒരു ഹൈറായ മാർഗത്തിൽ നമുക്ക് ഉപകാരപ്പെടാതെ വരിക. സിഹർ ബാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ അവന് മുന്നേറാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സിഹർ ബാധയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ബാത്തിലാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. പല ആളുകളും മജ്ലിസിൽ വരുന്നതാണ്. സിഹറുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ ബുദ്ധിമുട്ടുകൾ ഈ മജ്ലിസ് നടത്തുന്ന എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയും. അതുകൊണ്ട് തന്നെയാണ് സിഹർ ബാധിച്ചാലുണ്ടാകുന്ന ലക്ഷണങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. പ്രധാനപ്പെട്ട 5 ലക്ഷണങ്ങൾ, 20-21ഓളം ലക്ഷണങ്ങളുണ്ട്. എന്നിരുന്നാലും വളരെ പ്രധാനപ്പെട്ട 5 ലക്ഷണങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറയുകയാണ്. ഒന്നാമതായി, വിട്ടുമാറാതെ രോഗങ്ങൾ നിലനിൽക്കുക എന്നത്. ഒരു രോഗം കഴിഞ്ഞ് അത് നമ്മൾ സുഖപ്പെടുത്തി അതിൻ്റെ ശേഷം മറ്റൊരു രോഗം നമ്മെ പിന്തുടരുക. ഇങ്ങനെ ഒന്നിന് പിറകെ മറ്റൊന്നായി രോഗങ്ങൾ നമ്മെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുക. ജീവിതത്തിൽ ഏത് കാലാവസ്ഥയാണെങ്കിലും ഏത് സമയമാണെങ്കിലും രോഗങ്ങൾ നമ്മൾ സുഖപ്പെടുത്തി കഴിഞ്ഞാൽ വീണ്ടും രോഗം നമ്മെ അലട്ടിക്കൊണ്ടേ ഇരിക്കുക. ആ മനുഷ്യനെ ശാരീരികമായി തളർത്തിക്കൊണ്ടിരിക്കുക. ഇത് സിഹറിന്റെ ലക്ഷണമാണ്. നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളെല്ലാം ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട സാഹചര്യം വരിക. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിക്കേണ്ടത് ഹോസ്പിറ്റലിൽ തന്നെയാണ്. എന്നാൽ രോഗം അത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ അടിക്കടി രോഗം വരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ലക്ഷണമാണ് കുടുംബത്തിൽ നിരന്തരമായി കലഹങ്ങൾ സംഭവിക്കുക. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും മാതാപിതാക്കൾ മക്കൾക്കിടയിലും ഇങ്ങനെ തുടങ്ങി പല രൂപത്തിലും കുടുംബത്തിൽ കലഹങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുക. ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളും ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ എല്ലാ കുടുംബങ്ങളിലും സ്വാഭാവികമാണ്. എന്നാൽ അതിര് കടന്നുകൊണ്ടുള്ള അമിതമായിട്ടുള്ള കുടുംബ കലഹങ്ങൾ അത് കുടുംബത്തിന് ഏറ്റുപോയ സിഹറിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെയാണ് ഒന്നിനും സാധിക്കാതിരിക്കുക, എല്ലാത്തിനോടും അലസത, മടി വരിക. അതുപോലെ വല്ലാത്ത തളർച്ച ശരീരത്തിന് അനുഭവപ്പെടുക, ഒന്നിനോടും താല്പര്യമില്ലാതിരിക്കുക സിഹറിന്റെ 3ാമത്തെ ലക്ഷണമാണ്. ഇങ്ങനെ ഒരാൾക്ക് ഒരു കാര്യത്തിനോടും താല്പര്യമില്ലാതിരിക്കുന്നത് സിഹറിന്റെ ലക്ഷണമാണ്. അങ്ങനെ ഒന്നിനോടും താല്പര്യമില്ലാതെ സദാസമയവും അവന് കിടക്കണമെന്ന് തോന്നുക, ഒരു കാര്യങ്ങളും ചെയ്യാനുള്ള താല്പര്യം വരാതിരിക്കുക, ഇത് സിഹറിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെയാണ് മടി, അലസത. ഈ ശാരീരികമായിട്ട് അവന് ഏൽക്കുന്ന ഒരു രോഗം കൂടിയാണ് മടി എന്നത്. കാരണം മടി വന്നു കഴിഞ്ഞാൽ അവന് ഒരിക്കലും ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുകയില്ല. ഒരാൾ മറ്റൊരു വ്യക്തിക്ക് സിഹർ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളിൽ അലസത, മടി കൂടും. കാരണം ഇന്ന് ജോലിക്ക് പോകേണ്ടവൻ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ സാമ്പത്തികമായി അവൻ തളരും.
അതുപോലെ തന്നെ അവന് ശാരീരികമായിട്ടുള്ള ഉന്മേഷം കുറയും. ഇങ്ങനെ തുടങ്ങി മടിയുള്ളവൻ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കുകയില്ല. ഒരാൾ മറ്റൊരാൾക്ക് സിഹർ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളിൽ മടി കൂടുതലായി കണ്ടുവരും. അതുകൊണ്ട് തന്നെ സിഹർ ബാധിച്ചവനിൽ മടി എന്നത് വരും. അതുകൊണ്ട് അത് നമ്മൾ പരിപൂർണമായി ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കണം. എന്നാലേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഉറക്കമില്ലാതിരിക്കുക സിഹറിന്റെ 4ാമത്തെ ലക്ഷണമാണ്. ഉറക്കമില്ലാതിരിക്കുക, അല്ലെങ്കിൽ അമിതമായിട്ട് ഉറങ്ങുക. ഈ രണ്ടും സിഹറിന്റെ ലക്ഷണമാണ്. ഇനി എങ്ങാനും ഉറക്കമില്ലാത്ത ഒരു വ്യക്തി അങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ അവൻ കണ്ടുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ഉറങ്ങുമ്പോൾ അപൂർവമായിട്ട് നമ്മൾ വല്ലാത്ത സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട്. എന്നാൽ നിരന്തരമായിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിലോ അതല്ലെങ്കിൽ അടിക്കടിക്ക് ദിവസങ്ങളിലോ നമ്മൾ ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക സിഹറിന്റെ ലക്ഷണമാണ്. ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക സിഹറിന്റെ ലക്ഷണമാണ്. അവന്റെ ഉറക്കം കെടുത്താൻ വേണ്ടി, അവന്റെ പരാജയത്തിന് വേണ്ടി ആരെങ്കിലും അവനിലേക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ഇതുപോലെ അവനെ ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങളും ഉറക്കമില്ലായ്മയും സംഭവിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ സിഹർ സംബന്ധമായിട്ട് നമുക്ക് പറയാവുന്ന അടയാളങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 5ാമത്തെ അടയാളം, കുടുംബ ബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും മുറിഞ്ഞു പോവുക. നമ്മൾ ആരോട് സംസാരിച്ചാലും സ്നേഹത്തോടെ സംസാരിച്ചാലും അതെല്ലാം അവർ മോശമായ രൂപത്തിലെടുക്കുകയും നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുകയും ചെയ്യുക സിഹറിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ എങ്ങനെ സന്തോഷത്തോടുകൂടെ കഴിയണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ആ ബന്ധങ്ങളൊക്കെ അങ്ങ് മുറിഞ്ഞു പോവുക. ഏതൊരു കാര്യത്തിലും തടസ്സങ്ങൾ സംഭവിക്കുക. കുടുംബത്തിൽ നമ്മൾ നല്ലൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അതിൽ നമുക്ക് തടസ്സങ്ങൾ വരുന്നു. നല്ലൊരു ബന്ധം നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു, അതിൽ നമുക്ക് തടസ്സങ്ങൾ സംഭവിക്കുന്നു. ഇങ്ങനെ കുടുംബബന്ധം മുറിയുക, സ്നേഹബന്ധങ്ങൾ മുറിയുക, ജീവിതത്തിൽ തടസ്സങ്ങൾ കൂടുക സിഹറിന്റെ ലക്ഷണമാണ്. ഏതൊരു നല്ല കാര്യത്തിലും തടസ്സങ്ങൾ വരിക. ഒരു വീട് പണിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അതിൽ തടസ്സം വരിക. വീട് പണി തുടങ്ങി വെച്ചാൽ അത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരിക. ചില സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്നാൽ അടിക്കടിക്ക് വരുന്ന വിഷയങ്ങൾ കുടുംബത്തിലോ അതുപോലെ തന്നെ നിത്യജീവിതത്തിലോ നമുക്കുണ്ടെങ്കിൽ, തടസ്സങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഏതൊരു വിഷയത്തിലും നമുക്ക് തടസ്സങ്ങൾ നിരന്തരമായിട്ട് വരുന്നുണ്ടെങ്കിൽ സിഹറിന്റെ ലക്ഷണമാണ്. നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള സിഹറുകൾ ബാത്തുലാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല സിഹറുകളിൽ നിന്നും നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.